വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം വേറെ എവിടെയെങ്കിലും പാടിയതായിട്ട് നിങ്ങൾക്ക് കേട്ട് ഓർമ്മയുണ്ടോ? ഈ 19-ാം സങ്കീർത്തനം കുർബാനയിൽ പാടാറുണ്ട്. ഓർക്കുന്നുണ്ടോ? എവിടെയാണ് കുർബാനയിൽ ഈ സങ്കീർത്തനം പാടാറുള്ളത്? വേറെ വാക്കുകളാണെന്നുള്ളൂ. എവിടെയാണ്? അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പകലുകളോ വിരതവമിടത്തെ പുകളുര ചെയ്യുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയിൽ വചനം വായിക്കുന്നതിന് മുൻപ് ഈ സങ്കീർത്തനം പാടുന്നത്? ചിന്തിച്ചേ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും. ദൈവമേ, മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണെന്ന് തോന്നണേ, ഇല്ലേ? ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കണം. ഒന്ന് ചിന്തിച്ച്, എന്തുകൊണ്ടാണ് വചനം വായിക്കുന്നതിന് മുൻപ് ഈ 19-ാം സങ്കീർത്തനം പാടുന്നത്? ഒന്ന് പാടി നോക്കിയേ. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനമവിടത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. അതാണ് നമ്മൾ ആന്തരിക ലയനത്തിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായത്. രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഈ സങ്കീർത്തനത്തിൽ മുഴുവനും തുടിച്ചു നിൽക്കുന്നത് ഈശോ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. ഈശോ പറയാണ്, എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കർത്താവ് ഈശോ മിശിഹായാണ്. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, അല്ലേ? അതാണ്. ഈ മുത്ത് കിട്ടണമെങ്കിൽ കരയ്ക്ക് നിന്നാൽ കിട്ടുമോ? മുത്ത് കിട്ടണമെങ്കിൽ എങ്ങോട്ട് പോകണം? ആഴത്തിലേക്ക് പോകണം. നമ്മൾ ദൈവരാജ്യത്തിൻ്റെയും ദൈവിക രഹസ്യങ്ങളുടെയും ആഴമായ ബോധ്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ പെരിഫറലായിട്ട്, ഉപരിപ്ലവമായിട്ട് ചിന്തിച്ചാൽ പോരാ. ദൈവദാനങ്ങൾക്കനുസരിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവദാനം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിളി, അതനുസരിച്ച് നിങ്ങളുടെ ചിന്തയും ജ്ഞാനം കൊണ്ട് നിറയണം. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനമവിടത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല,
ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ജെസ്സി ഇങ്ങോട്ട് നീങ്ങിയിരുന്ന് എനിക്കൊന്ന് മുഖം കാണാവുന്ന മാതിരി ഇച്ചിരി മാറിയിരിക്കും. എൻ്റെ മുഖം കാണണ്ട. എന്താണ് ലൈറ്റ്? നീ പ്രകാശത്തേക്ക് വരൂ. ഈ ലൈറ്റ് ഇവിടെ നിന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാണ് പ്രയാസം. ഇവിടെ നിൽക്കുന്ന ആൾക്കോ? ആലോചിച്ച് നോക്കി. ഓക്കെ, ഒന്നുകൂടി പാടിയേ. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനമവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. കണ്ടോ? ശബ്ദം പോലും കേൾക്കാനില്ല. എന്തുകൊണ്ടാണ് വചനം വായിക്കുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനം പാടുന്നതെന്നുള്ളതിൻ്റെ ഒരാശയം ആർക്കെങ്കിലും മനസ്സിലായോ? എന്തുകൊണ്ടാണ് വചനം വായിക്കുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനം പാടുന്നത്? വിശുദ്ധ കുർബാനയിൽ പാടണമെന്ന് പാടി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പകലുകൾ പകലുകളോ അവിടുത്തെ പുകളുര ചെയ്യുന്നു. തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഈ വാനവിധാനങ്ങളും ഈ കവുങ്ങും ഈ തെങ്ങും ഈ മാവും ഈ പ്ലാവും ഈ ചന്ദ്രനും ഈ സൂര്യനും എന്താ പ്രഘോഷിക്കുന്നവർ? തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പകലുകൾ പകലുകളോടവിടുത്തെ പുകളുര ചെയ്യുന്നു. പകൽ പകലിനോടവിരാമം. കണ്ടോ? അവിടേക്ക് പോകണ്ട. ഇപ്പം ആദ്യത്തെ ആ സ്റ്റാൻസ, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. എന്തുകൊണ്ടാണ് ഈ ആകാശവും വാനവിധാനങ്ങളും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നത്? എന്താണ്? ഓക്കെ, ദൈവത്തിൻ്റെ, അവയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. പ്രൈസ് ദി ലോർഡ്. സകലതും ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ. അത് ഈ വചനം വായിക്കുന്നതിന് മുമ്പ് എന്തിനാ പാടണേ? എങ്ങനെ? പിടികിട്ടി അല്ലേ? ഈ ആകാശവും ഈ വാനവിധാനങ്ങളും ഈ താരാമണ്ഡലവും എല്ലാം ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നു. എന്തുകൊണ്ടാ? തൻ കരവിരുതല്ലോ. തൻ കരവിരുതല്ലോ. തൻ കരവിരുത്. എന്താണ് ദൈവത്തിൻ്റെ കരവിരുത്? ഈ ആകാശവും ഭൂമിയെയും വാനവിധാനങ്ങളെയും സൃഷ്ടിച്ചതിൽ ഉള്ള കരവിരുത് എന്ന് പറഞ്ഞാൽ എന്താ? വചനത്താൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. ആ വചനമാണ് ഇപ്പോൾ ഈ കുർബാനയിൽ വായിക്കാൻ പോകുന്നത്.
ആ വചനം മനുഷ്യനായി അവതരിച്ചതാണ് ഈ വിശുദ്ധ കുർബാന മുഴുവനും. അമ്പരമനവരതം വാനമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഈ സങ്കീർത്തനങ്ങളെല്ലാം യേശു കേന്ദ്രീകൃതമാണെന്നും യേശുവിലൂടെ നടപ്പാക്കപ്പെടുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണെന്നും, അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സങ്കീർത്തനങ്ങളിൽ ഒരു 3 ഡയമെൻഷനൽ എഫക്റ്റാണ്. 3 ഡയമെൻഷനൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇങ്ങോട്ട് ഞാനിവിടെ ഒന്ന് ചാടി ഇങ്ങനെ നിൽക്കാമല്ലോ. ഈ സങ്കീർത്തനങ്ങളിൽ ഒരു 3 ഡയമെൻഷൻ അല്ലെങ്കിൽ അതിങ്ങനെയാണ്. ഈ സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടപ്പോൾ പ്രത്യേകിച്ച് ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തും ദാവീദ് രാജാവിലൂടെ ദൈവാവിഷ്കരണമാണ് ഉണ്ടായത്. ദാവീദ് രാജാവ് പരിശുദ്ധാത്മ നിവേശിതനായി, പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ രചയിതാവെങ്കിലും ദാവീദ് രാജാവിൻ്റെ അധരത്തിലൂടെയും ഹൃദയത്തിലൂടെയും അതുപോലെയുള്ള മറ്റ് അഭിഷിക്തരുടെ, അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദിൻ്റെ മകനായ ഈശോയെക്കുറിച്ച് ദാവീദിൻ്റെ ജീവിത അനുഭവത്തിലൂടെ കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് ചില സങ്കീർത്തനങ്ങളിൽ കൃത്യമായിട്ട് കാണാം. ഇപ്പോൾ ആ 61 സങ്കീർത്തനമെല്ലാം ഒരു വിലാപമാണ്. ദാവീദ് തൻ്റെ മകൻ തന്നെ വേട്ടയാടാൻ വരുമ്പോൾ ആ രാജപദവിയെല്ലാം ഉപേക്ഷിച്ച് ചാക്കുമുടുത്ത് നഗ്നപാതനായിട്ട് ദാവീദ് ആ ഒലിവ് മലയുടെ താഴ്വരയിലൂടെ അങ്ങ് നടന്നങ്ങ് പോയി. ആ ഒലിവ് മലയുടെ താഴ്വരയിലൂടെ തന്നെയാണ് അതേ സങ്കീർത്തനം പാടിക്കൊണ്ട് കർത്താവ് ഈശോ മിശിഹ എപ്പോഴും നടന്നിരുന്നത്. പ്രധാനമായിട്ട് അന്ത്യത്താഴം കഴിഞ്ഞ് കുരിശ് കാൽവരിയിലേക്ക് പോയതെല്ലാം അങ്ങനെയുള്ള അപ്പോൾ ആ ദാവീദിലൂടെ രചിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൽ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അന്ന് ആ രക്ഷാകര പദ്ധതിയിലുണ്ടായ യേശുവിൻ്റെ തിരസ്കരണവും വേദനകളും എല്ലാം ദാവീദ് അനുഭവിച്ചുകൊണ്ടാണ് ഇത് എഴുതപ്പെട്ടത്. എനിക്കപ്രാപ്യമായ എന്നെ കയറ്റി നിർത്തണമേ, അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ജ്ഞാനങ്ങളുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ആദ്യത്തെ വരി പാടാം. എനിക്കപ്രാപ്യമായ ഇല്ല, പാറയിൽ. ആ സങ്കീർത്തനത്തിന്റെ ആദ്യ വരികൾ പാടാം. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ,
ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഇത് ദാവീദ് ഇത് രചിക്കുമ്പോൾ അതുപോലെ ഹൃദയം നുറുങ്ങി വിലപിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ആ അനുഭവം വാസ്തവത്തിൽ വരാനിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹ കുരിശിൽ കിടന്നുകൊണ്ട് ആ 22-ാം സങ്കീർത്തനമെല്ലാം വിലപിക്കുന്ന അതേ അനുഭവം തന്നെയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ നീ കൈവെടിഞ്ഞു. ഇത് തന്നെയാണ് ദാവീദിനും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, ഇത് എഴുതിയ കാലഘട്ടത്തിൽ അവർക്കുണ്ടായ അനുഭവം, ആ അനുഭവം വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ രക്ഷാകര രഹസ്യങ്ങളിലൂടെയുള്ള ഈ സങ്കീർത്തന യാത്ര വാസ്തവത്തിൽ ഇന്ന് ജീവിക്കുന്ന നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഇതേ അനുഭവം തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെ കരയും, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ നീ കൈവെടിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ യേശു, നമ്മുടെ സ്വന്തപ്പെട്ടവരും ഏറ്റവും അടുത്തുള്ളവരും നമ്മളെ തിരസ്കരിക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പോഴാണ് ഈ സങ്കീർത്തനം ശരിക്കും മനസ്സിലാവുന്നത്. അതാണ് 3 ഡയമെൻഷനൽ. ഒന്ന്, ഇന്ന് ജീവിക്കുന്ന നമ്മളും ഈ സങ്കീർത്തനങ്ങളുടെ പ്രധാന രക്ഷാകര മൂല്യങ്ങൾ നിറഞ്ഞ യേശു സംഭവവും. അപ്പോൾ 2000 വർഷം കഴിഞ്ഞു ഇല്ലേ ഇന്ന് ജീവിക്കുന്ന നമ്മൾ. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ സങ്കീർത്തനത്തിൽ ജീവിച്ചതും, എന്നാൽ യേശുവിന് 1000 വർഷം മുമ്പ് ദാവീദ് രാജാവ് വരാനിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ യേശു അനുഭവത്തിനെ മുൻ ആസ്വദിച്ചതും, ഈ 3 കാര്യവും കൂടി സിങ്ക് ആകണം നമ്മുടെ ഉള്ളിൽ. അത് 3 കൂടി സിങ്കർണൈസ് ആകണം നമ്മുടെ ഉള്ളിൽ. ഇത് 3 ലയിക്കുമ്പോഴാണ് ഈ സങ്കീർത്തനം വലിയ അത്യത്ഭുതകരമായ ഒരു ജ്ഞാനം നമ്മളിലേക്ക് പകരുന്നത്. ഇതൊരു ആമുഖമായിട്ടിരിക്കട്ടെ. ഇനി വേറൊരു സങ്കീർത്തനത്തിലാണ് അതിൻ്റെ ശരിക്കും അനുഭവം ഉണ്ടാവുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക, ഈ ക്രിസ്തു അനുഭവത്തിൻ്റെ വലിയ ഒരു രഹസ്യമാണ് 19-ാം സങ്കീർത്തനത്തിൽ മുഴുവനും. അവതരിക്കപ്പെട്ട വചനമായ യേശു, അല്ലെങ്കിൽ യേശു ആകുന്ന ആ വചനം, ആ വചനത്താലാണ് ദൈവം ലോകം മുഴുവനെയും സൃഷ്ടിച്ചത്. ആ ലോകം മുഴുവനും അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തങ്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. വാനവിധാനങ്ങൾ എപ്പോഴും ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഷണമില്ല എന്ന ഒരു വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. അവരുടെ സംഭാഷണത്തിൻ്റെ മറ്റൊരു റിഥം, മറ്റൊരു താളം. പകലൊരിക്കലും രാത്രിയോട് സംസാരിക്കില്ല. പകൽ അടുത്ത പകലിന് വേണ്ടി കാത്തിരിക്കുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കും. രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. രാത്രി പകലിനോട് സംസാരിക്കില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങളാണ്. ദൈവത്തിൻ്റെ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവനും തുളുമ്പി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം സൂര്യൻ ഉദിക്കാൻ വൈകുന്നുണ്ടോ?
സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ എല്ലാ പുഷ്പങ്ങളും മുട്ട് വിരിയുന്നതിന് സമയം വൈകാറുണ്ടോ? നമ്മൾ മാത്രമേ ഉണരാൻ വൈകാറുള്ളൂ. പൂവൻകോഴി കൂകാൻ വൈകാറുണ്ടോ? അതാണ്. അപ്പോൾ ഈശോ തന്നെ പറഞ്ഞു, ഇതിനെല്ലാം ഈശോ കൺസിഡർ ചെയ്യുകയാണ്. രക്ഷാകര രഹസ്യങ്ങൾ ഈശോ പത്രോസിനോട് പറഞ്ഞു. എന്താണ്? കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തിരസ്കരിച്ചിട്ടുണ്ടാവും. പത്രോസ് പറഞ്ഞു, എന്തി പറയണേ, ഞാനോ ഒരിക്കലുമില്ല. കണ്ടോ? ശരിക്കും അന്നത്തെ മനസ്സനുസരിച്ച് പത്രോസ് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഈശോ പറഞ്ഞു, നീ ചെയ്യും. എന്നാൽ ഈശോനത് ഒഴിവാക്കായിരുന്നല്ലോ ഇല്ലേ? പക്ഷെ ഒഴിവാക്കിയില്ല. എന്തുകൊണ്ട് ഒഴിവാക്കിയില്ല? ആരെങ്കിലും പറയാമോ എന്തുകൊണ്ട് ഈശോ അത് ഒഴിവാക്കിയില്ല? എന്താണ്? എന്തുകൊണ്ട് ഈശോ അത് ഒഴിവാക്കിയില്ല? കൃത്യ ഉത്തരവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെവിയിൽ പിടിക്കും. അത് കൃത്യ ഉത്തരവ് അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്തുകൊണ്ട് ഒഴിവാക്കിയില്ല? ഇതെല്ലാം നിങ്ങൾ അവിടെ എന്തോ കറക്റ്റ് വരുന്നുണ്ട്. എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്? എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഒരുപാട് ചോദ്യോത്തരത്തിലേക്ക് പോകണ്ടെന്നാണ് ഇവിടെ ആരോ പറയണത്. ഈ ഭാഗത്തുള്ളവരുടെ ആഗ്രഹം മുഴുവനും സാറ് ക്ലാസ് വേഗം നടക്കട്ടെ ഇല്ലേ? എന്നിട്ട് അവരെല്ലാം നോട്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? ധ്യാനം കഴിഞ്ഞിട്ട് വേറൊരിടത്ത് പോയി പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ധ്യാനം അതല്ല നമ്മുടെ ഉദ്ദേശം. അത് നടക്കും, പക്ഷെ ആദ്യം ഇത് നമ്മളിൽ അനുഭവമായി കഴിഞ്ഞാൽ താനേ പ്രഘോഷിക്കപ്പെടും. നമ്മളിൽ അനുഭവമാക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ തോമസ് പോളിന് വേറെ പണി വല്ലതും ഉണ്ടോ? അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്നിങ്ങനെ പറഞ്ഞു ഞങ്ങൾ കുറച്ചൊക്കെ കേട്ട് വേണമെങ്കിൽ നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞ് 2 വചനം നമ്മൾ കൊടുക്കാം. അതുകൊണ്ട് പ്രയോജനമില്ല. തോമസ് പോളിന് വേറെ വല്ല പണിയുണ്ടോ? ഒരു പണിയില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അയാൾ കുറേ പറഞ്ഞു. കുറച്ച് കാറ്റഗീസവും കോട്ട് ചെയ്തു. കുറച്ചൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണോ വചനപ്രഘോഷണം? അതോ ഈ വചനങ്ങൾ നമ്മളിൽ മാംസം ധരിക്കണോ? മാംസം ധരിക്കണം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ധൃതി പിടിക്കണ്ട. ഇത് കേട്ടിട്ട് ഉടനെ പോയി 2 കാച്ചാൻ വേണ്ടിയല്ല. ഇത് നമ്മുടെ ഉള്ളിൽ, എന്നോട് ക്ഷമിക്കണോട്ടോ, ഞാനിങ്ങനെ പറയണോണ്ട് വിരോധമൊന്നുമില്ലല്ലോ. ഇത് ഞാൻ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ എനിക്കുള്ള അവസ്ഥ ഇത് തന്നെയാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ധ്യാനം കേൾക്കാൻ ഇരിക്കാനാണ്. എനിക്ക് പറ്റില്ല. നിങ്ങളെങ്ങനെ ഇരിക്കണം എന്നുള്ളത് എനിക്കറിയാം. വചനപ്രഘോഷകർ ഇതിപ്പോൾ വട്ടായച്ചൻ നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങളിവിടെ വന്നിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും 5 ദിവസം ഇങ്ങനെ ഇരിക്കുമോ? 5 ദിവസം ഇരിക്കുമോ എന്ന് പറഞ്ഞേ. ഞാനാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഉറങ്ങിപ്പോവും. വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയും, അവിടെ ഇരിക്കുകയാണെങ്കിൽ ഉടനെ ഉറങ്ങും. അപ്പോൾ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. വചനപ്രഘോഷകരങ്ങനെ ഇരിക്കണ സ്വഭാവമില്ല, വചനം കേൾക്കണ സ്വഭാവമില്ല. കാരണം നമ്മളൊക്കെ വചനം പ്രഘോഷിക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഇരിക്കണം. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാൻ, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. കണ്ടോ? നിങ്ങൾ മിണ്ടാതെ ഇരുന്നാലും നിങ്ങളുടെ ആത്മാവിലേക്ക് ഈ സ്വരം കിടക്കും. നിങ്ങൾ ഉറങ്ങാണെങ്കിലും ഇത് കേൾക്കും. രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. കണ്ടോ? ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നതാണ്. സുഖമായിട്ട് ഉറങ്ങിക്കോ.
വാസ്തവത്തിൽ ഇനി ഒരു പുതിയ കണ്ടുപിടുത്തം നമ്മൾ നടത്തണം. ഉറക്കി ധ്യാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ, വേറെ ഒന്നും ചിന്തിക്കില്ല. നന്നായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ആത്മാവിലേക്ക് വചനം കയറുന്നതിന് തടസ്സമൊന്നുമില്ല, ഇല്ലേ? ആത്മാവിലേക്ക് ഉറങ്ങുമ്പോഴും വചനം കയറും. ചിന്ത മാത്രം പറ്റില്ലെന്നുള്ളൂ. അപ്പോൾ ചിന്ത ഇല്ലാതിരിക്കെ വചനത്തെ അകത്തേക്ക് അങ്ങ് കയറ്റുക. ഉറങ്ങിയിട്ട് കഴിയുമ്പോൾ എന്തോ സംഭവിച്ചോ, എന്തോ സെറ്റിംഗ് മാറി തോന്നും. ഉറങ്ങണതിന് മുമ്പുണ്ടായിരുന്ന സെറ്റിംഗ് അല്ല ഉറങ്ങി കഴിയും. ഇതിനെ ഒന്ന് നമുക്ക് വളർത്തണം. ഈ ഒരു ശുശ്രൂഷയെ എങ്ങനെ ഉറക്കി കിടത്തി ധ്യാനിപ്പിക്കണം. ഞാൻ തമാശ പറയണല്ല കേട്ടോ, എനിക്ക് ഇതിനൊക്കെ കർത്താവ് ഉത്തരം തരുന്നുണ്ട്. ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ. ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ഉറങ്ങുന്നില്ല. ദൈവത്തിൻ്റെ വചനം വിലങ്ങ് വയ്ക്കപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. കണ്ടോ, സജീവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നോക്കി, എൻ്റെ ഈ കൈ ഇങ്ങനെ തളർന്നു കിടക്കാമെന്ന് വിചാരിച്ചോ, അപ്പോൾ സജീവമാണോ? തളർന്നു പോയി. എന്നാൽ സജീവം എന്ന് പറഞ്ഞാൽ ഇതാണ് സജീവം, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഡൈനാമിക് പവർ. ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് എവിടേക്കാണ് പോണേ? എൻ്റെ കർത്താവേ, എന്തോ പുതിയ കാര്യം പറയാൻ വേണ്ടിയാന്ന് തോന്നുന്നു. ഈ സജീവം വചനം സജീവമാണ്, ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും. കണ്ടോ, ശ്രദ്ധിക്കണം. ഇനി എന്തൊക്കെയാണ്? 3 തലങ്ങളാണത്. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. കണ്ടോ, ഉറങ്ങണതിന് കുഴപ്പമുണ്ടോ? ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ വചനം സജീവവും ഊർജ്ജസ്വലവുമായ വചനം നിങ്ങളുടെ ചേതനയിലും സന്ധിബന്ധങ്ങളിലും, കണ്ടോ, ആത്മാവിലും മജ്ജ. ഉറങ്ങിക്കിടന്നു. എന്നാൽ ഉറങ്ങണിക്കുമ്പോ ഇത് വിശ്വസിച്ചുകൊണ്ട് ഉറങ്ങിക്കിടന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. എന്താ? കർത്താവേ, നീ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എൻ്റെ സന്ധിബന്ധങ്ങളിൽ വരെ വചനം തുളച്ചു കയറും. സന്ധിബന്ധം, മജ്ജയിൽ കയറണമെന്നുണ്ടെങ്കിൽ എവിടെ കയറണം? വചനം എല്ലിൽ കയറിയാലല്ലേ മജ്ജയിൽ കയറുള്ളൂ. അതാണ്, എല്ലെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, മജ്ജയിൽ എന്ന് പറഞ്ഞാൽ എല്ലിലും കൂടി തുളച്ച് കയറിയിട്ടാണ് ആ മജ്ജയിൽ കയറേണ്ടത്. അതുകൊണ്ട് ഉറങ്ങിക്കോ. ഈ വചനം നിന്റെ മജ്ജയിൽ തുളച്ച് കയറും. അപ്പോൾ ഇത് ഒരു തലമാണ്. ഇതും ഒരു 3 ഡയമെൻഷൻ. എന്താ നമ്മുടെ 3 ഡയമെൻഷൻ? ശരീരം, മനസ്സ്, ആത്മാവ്. അല്ലെങ്കിൽ ആത്മാവ്, മനസ്സ്, ശരീരം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണമെന്നല്ല, നമ്മൾ ഇന്നലെ ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം, ബയോളജി, സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, എഞ്ചിനീയറിംഗ്, ഇതെല്ലാം സയൻറ്റിഫിക് വിസ്ഡമാണ്. ഇതിന് മജ്ജയിൽ തുളച്ച് കയറാൻ പറ്റുമോ? ഇത് ആത്മാവിൽ തുളച്ച് കയറാൻ പറ്റുമോ? അതിന് മനസ്സിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ജ്ഞാനം എവിടെയെല്ലാം കയറാൻ പറ്റും? ഇരുതലവാളിനേക്കാൾ മൂർച്ചയോടെ ചേതനയിലും ആത്മാവിലും. കണ്ടോ, സന്ധിബന്ധങ്ങളിലും. ചേതന മനസ്സ്, ആത്മാവ് സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ. ഇതാണ് നമ്മുടെ വ്യത്യാസം. നമ്മൾ ഇപ്പം ഇവിടെ പഠിക്കുന്നവരെ കുറ്റം പറയല്ല. എന്തോ കാരണവശാൽ പാവം ഏലിയാസ് അച്ഛനും ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ ഫൗണ്ടേഴ്സ് ആരാ?
മരിയം തെരേസ, ഇവരെല്ലാവരുടെയും സിനിമയൊക്കെ കണ്ടപ്പോൾ കണ്ടില്ല, അവരൊക്കെ സ്കൂളുണ്ടാക്കി. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ടാണ് സ്കൂളുണ്ടാക്കിയത്. കാരണം അന്ന് മനുഷ്യന് ഭയങ്കര ദാരിദ്ര്യത്തിൽ കിടന്ന സമയമായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും അക്ഷരാഭ്യാസം പഠിക്കണ്ടേ. പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു? പള്ളിക്കുള്ള പള്ളിക്കൂടത്തിൽ പള്ളിയെക്കുറിച്ചൊന്നുമില്ല. പള്ളിയെക്കുറിച്ച് ഒന്നുമില്ല. മുഴുവനും എൻജിനീയറിങ്, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ബയോളജി, സുവോളജി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെക്കുറിച്ച് പഠിക്കാം. സ്വർഗത്തിൽ പോകാൻ ഇതൊക്കെ പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ദൈവത്തിൻ്റെ ജ്ഞാനം കിട്ടാൻ ഇതൊക്കെ പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാനിത് പറയുമ്പോൾ എന്തോ വിരോധാഭാസമായി തോന്നാണില്ലേ? എന്തോ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇപ്പം ഞാൻ എൻജിനീയറിങ് പഠിച്ചു. ഞാൻ എൻജിനീയറിങ്ങിൽ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് ഒരു പ്രൊഫസറുണ്ട്. പുള്ളി ആ വാതിലിൽ നിന്ന് വരുമ്പോഴേക്കും ഇങ്ങനെ പറയാൻ തുടങ്ങും, എ മെഷീൻ ഈസ് എ കൺട്രൈവൻസ് വിച്ച് കൺവേർട്ട് എനർജി ഫ്രം അവൈലബിൾ ഫോം ടു യൂസ്ഫുൾ ഫോം. Energy cannot be created, not be destroyed. Law of conservation of energy. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇത് ഒരു സയൻറ്റിഫിക് സബ്ജക്റ്റാണ്. ഈ സയൻറ്റിഫിക് വിസ്ഡം മജ്ജയിൽ കയറുന്നുണ്ടോ? ആത്മാവിൽ കയറുന്നുണ്ടോ? ഇത് മനസ്സിൽ മാത്രമേ കയറുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഇതെവിടെ കയറുന്നു നോക്കിക്കോ. നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സ്, ട്രിഗ്നോമെട്രി, ആൾജിബ്ര, കെമിസ്ട്രി, ബയോളജി, സുവോളജി, ഇതെല്ലാം 20 വർഷം നമ്മൾ പഠിച്ചത് മുഴുവനും തലയിൽ മാത്രമേ കയറുന്നുള്ളൂ. ആത്മാവിലും മജ്ജയിലും കയറാൻ വേണ്ടി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിക്കാൻ പോകാനിട്ടപ്പോൾ ലോ ഓഫ് കോൺസർവേഷൻ ഓഫ് എനർജി, ഇതെവിടെ കയറുന്നതെന്ന് കേട്ട് നോക്കിക്കോളൂ. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതെവിടെ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വചനം പറയുമ്പോൾ അതെവിടെ കയറുന്നതെന്ന് മനസ്സിലാവും. Law of conservation of energy. Energy cannot be created nor destroyed. A machine is a contrivance which convert energy from available form to useful form. കണ്ടോ, ഇലക്ട്രിക് എനർജിയെ ഇവിടെ സൗണ്ട് ആക്കി മാറ്റുന്നു, ഇവിടെ ലൈറ്റ് ആക്കി മാറ്റുന്നു. This is a machine. എന്തെങ്കിലും പഠിച്ചോ? A machine is a contrivance, ഒരു ഉപകരണമാണ്. എനർജിയെ ടു കൺവേർട്ട് എനർജി ഫ്രം അവൈലബിൾ ഫോം ടു യൂസ്ഫുൾ ഫോം. ഇതാണ് മെഷീൻ്റെ ഡെഫിനിഷൻ. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്. ഇപ്പം ഈ മെസ്സേജ് എവിടെ കയറി? ആത്മാവിൽ കയറാൻ ഇതിന് പറ്റുമോ? ഇത് മജ്ജയിൽ കയറാൻ പറ്റുമോ? ഇത് മനസ്സിൽ മാത്രമേ കയറുന്നുള്ളൂ. എന്നാൽ ഇനി വേറൊരു വചനം പറയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ആത്മാവിലും മനസ്സിലും സന്ധിബന്ധങ്ങളിലും കയറുന്നതാണ്. കേട്ടോളൂ, കേട്ടോളൂ. ഇത് കയറണത് ഇപ്പോൾ കണ്ടോ? ഇപ്പോൾ ഇത് കയറാൻ പോവുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനായി ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാനാണ്. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. കയറിയോ? കയറിയോ? മജ്ജയിലും സന്ധിബന്ധങ്ങളിലും ചേതനയിലും ആത്മാവിലും ഒപ്പം തുളച്ചു കയറും. Praise the Lord. ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അകത്ത് വരുന്ന ഒരു വേദനയാണ്. നമ്മുടെ ഈ കേരളം സാക്ഷരതയിൽ 100% കേരളം,
അതിൻ്റെ പ്രധാന വക്താക്കൾ കത്തോലിക്ക സ്കൂളുകളും കോളേജുകളൊക്കെയാണ്. നമുക്ക് വലിയ അഭിമാനമാണിതെല്ലാം. ഓരോ രൂപതയ്ക്കും വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. ഞാനിത് സഭയെ വിമർശിക്കുകയല്ല. സഭ എന്നത് ദൈവജനമാണെന്നുള്ള ബോധ്യത്തിലാണ്. സഭ ആരാണ്? എന്താണ് സഭ? എന്താണ്? ദൈവജനമാണ്. ഈ ദൈവജനത്തിനുണ്ടാകേണ്ട ഒരു ഉൾക്കാഴ്ചയാണ് ഞാനീ പറയണത്. വിമർശിക്കുകയല്ല. എന്താണ് ഇനി നമ്മൾ വളരേണ്ട ഒരു കാര്യം? നമ്മൾ 2000 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയിൽ 2000 വർഷത്തെ വിശ്വാസ പൈതൃകമുള്ള നമ്മുടെ സഭയിൽ പള്ളിക്കൂടമുണ്ട്. 5000 പള്ളികളുണ്ട് നമ്മുടെ സഭയിൽ, കേരള സഭയിൽ. 30-31 രൂപതകൾക്ക് 5000-ൽ പരം സ്കൂളുകളുണ്ടെങ്കിൽ അവയ്ക്ക് 5000-ൽ പരം ഇടവകകളുണ്ടെങ്കിൽ അവയ്ക്ക് 6000 സ്കൂളുകളുണ്ട്. ഇത് ചുമ്മാ ഇൻ്റർനെറ്റിൽ അടിച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാവും. 5000 ഇടവകകളുണ്ടെങ്കിൽ 6000 സ്കൂളുകളുണ്ട്. അതനുസരിച്ച് കോളേജുകളുണ്ട്, ഡിഗ്രി കോളേജുകളുണ്ട്, ട്രെയിനിങ് കോളേജുകളുണ്ട്, ഹോം സയൻസ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. എന്നാൽ ഒറ്റ ബൈബിൾ കോളേജ് പോലുമില്ല. ഒറ്റ ബൈബിൾ കോളേജ് പോലുമില്ല. ഒറ്റ ബൈബിൾ സ്കൂൾ പോലുമില്ല. എന്തുകൊണ്ട്? നമ്മൾ ഈ ഭൗതിക ജ്ഞാനത്തിൻ്റെ പിന്നാലെയാണ്. ഇതുണ്ടാക്കാൻ സഭയ്ക്കോ സഭാരൂപതകൾക്കോ കഴിവില്ലാഞ്ഞിട്ടാണോ? രൂപതയ്ക്ക് സ്ഥലമില്ലാഞ്ഞിട്ടാണോ? രൂപതയിൽ ഇത് പഠിപ്പിക്കാൻ വൈദികരില്ലാഞ്ഞിട്ടാണോ? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്താണ് സഭ? സഭ എന്തിനാൽ നയിക്കപ്പെടേണ്ടതാണ്? സഭ ദൈവവചനത്താൽ നയിക്കപ്പെടേണ്ടതാണ്, ദൈവജ്ഞാനത്താൽ നയിക്കപ്പെടേണ്ടതാണ്. ആ സഭയിൽ ഇന്ന് വരെയുള്ള അവസ്ഥയിൽ നമുക്ക് ധാരാളം സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഡിഗ്രി കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്. എന്നാൽ ഒറ്റ ബൈബിൾ കോളേജ് പോലുമില്ല. ഈശോ പറഞ്ഞിരിക്കുന്നത് എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ആദരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കൂടിയാണ്. ഈശോ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. അങ്ങനെ അധ്വാനിക്കുന്നതും ഒരു ജീവിത വിളിയാണ്. എല്ലാവരെയും അങ്ങനെയുള്ള ഒരു വിളിയിലാണ് വിളിച്ചിരിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈ നിൽക്കുന്നവൻ. 25 വർഷമായിട്ട് ദിനരാത്രം അനശ്വരമായ ദൈവവചനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. എൻ്റെ മകളെ തിയോളജി പഠിപ്പിക്കാൻ വിട്ടത് ഈ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. നമ്മൾ മക്കളെല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കുന്നു. ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞേക്കുന്നത് അവരെ വചനം പഠിപ്പിക്കൂ. ഒരുപക്ഷേ ഒരു അഭിഷേകാഗ്നി ബൈബിൾ കോളേജ് തുടങ്ങണമായിരിക്കും. ഹല്ലേലൂയ. ഇത് ഇന്ന് തുടങ്ങിയ ആശയമല്ല, 20 വർഷം മുമ്പേ ഞാൻ പറയുന്നതാണ്. അങ്ങനെയാണ് പനക്കലച്ചൻ ഡിവൈനിൽ ബൈബിൾ കോളേജ് തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ഈ സ്ഥാപനങ്ങളെല്ലാം നല്ലത് തന്നെ, നമ്മൾ അതിനൊന്നും കുറ്റം പറയല്ല. എനിക്ക് തോന്നുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഈ നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഡിഗ്രി കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, കത്തോലിക്ക കോളേജുകൾ, എന്തിനാണ് കത്തോലിക്ക കോളേജുകൾ? അതിൽ എന്തെങ്കിലും കത്തോലിഷായിട്ടുള്ളത് പഠിപ്പിക്കണോ വേണ്ടയോ? അല്ലാത്തവരവിടെ വരണ്ടെന്നേ പഠിപ്പിക്കാൻ. എന്തുകൊണ്ട് അവിടത്തെ കുട്ടികൾക്ക് ഒരു വചനം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ മക്കൾ അവിടെ പഠിക്കുന്ന മക്കളോടൊന്ന് ചോദിക്കും, മോനെ നിത്യജീവൻ എന്നാൽ എന്താകുന്നു? അവർക്കത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഞാൻ വിമർശിക്കുകയല്ല. 10 വർഷം 3000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് എന്ന് പറഞ്ഞാൽ 3000 ആത്മാക്കള് 10 വർഷം നമ്മുടെ ഈ കുടക്കീഴിലുണ്ട്, നമ്മുടെ കസ്റ്റഡിയിൽ. 10 വർഷം 3000 ആത്മാക്കളെ നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾക്ക് അവർക്ക് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടോ? ഇതൊക്കെ ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഈസ് റെഡി. നമ്മൾക്ക് ഇത്രയും വലിയ കോളേജുകളും 3000, 5000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് 5000 ആത്മാക്കളെ ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നിരിക്കുന്നു. ഫയർ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ വചനം അവർക്ക് കൊടുക്കുക. വേറെ ഒന്നും വേണ്ട. ആരെങ്കിലും ഒരമ്മച്ചീനെ, ഇത് നമ്മൾ ക്ലീനിങ് സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു സ്റ്റാഫിനെ ഒരു മുറിയിൽ ഇരുത്തിയിട്ട് സ്വകാര്യമായിട്ടായാലും നീ ഇവിടെ ഇരുന്ന് വചനം വായിക്കണം. എന്നിട്ട് പറയണം, കർത്താവേ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാതെ ഈ വചനം ഈ കുഞ്ഞുങ്ങളുടെ ആത്മാവിലേക്ക് പ്രസരിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇതിന് കന്യാസ്ത്രീമാരൊന്നും വേണ്ട, അച്ഛന്മാരും വേണ്ട. അച്ഛന്മാരൊക്കെ മാനേജർമാരാണ്, കന്യാസ്ത്രീമാർ ടീച്ചേഴ്സാണ്. ക്ഷമിക്കണം കേട്ടോ, ഞാൻ കുറ്റം പറയല്ല. ആരെങ്കിലും ഒരു തൂപ്പ് വേലക്കാരിക്ക് പറ്റുമോ ഇല്ലയോ? പറ്റുമോ? അത് മതി. ഇതാണ് സുവിശേഷത്തിന് ഇനി ഉണ്ടാകേണ്ട ഒരു. നമ്മൾ ആരോടാണ് ഈ സുവിശേഷം പറയണത്? ഇപ്പം ഞാൻ ഈ സുവിശേഷം പറയണത് മുഴുവനും നിങ്ങളെപ്പോലെയുള്ള നല്ല ക്രിസ്ത്യാനികളോട്, ഇല്ലേ? നിങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ വരണവരാണ്, ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നവരാണ്, ഞായറാഴ്ച കുർബാന ഒരിക്കലും മുടക്കാത്തവരാണ്. നിങ്ങളോടാണ് ഞാൻ ഈ വീണ്ടും 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 പറയണത്. ഇതാണോ നമ്മുടെ യഥാർത്ഥ ടാർഗറ്റ് ഓഡിയൻസ്? യേശുവിനെ അറിയാതെ കോടാനുകോടി ജനങ്ങളുണ്ട്. ഇവരോട് നമ്മൾ പറയണോ വേണ്ടയോ? ഇവരെന്തുകൊണ്ട് യേശുവിനെ അറിയുന്നില്ല? അവരോട് പറയാൻ ആളില്ലാത്തതുകൊണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ ആർക്കും ധൈര്യമില്ല പറയാൻ. ധൈര്യമില്ല. നമ്മൾ പറയാണ് നമ്മൾ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തും, അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തും. ഒരിക്കൽ എന്നെ ഒരു മൈസൂരിലൊരു സ്കൂളിൽ പ്രിൻസിപ്പൾ വിളിച്ചു, തോമസ് പോളെ നീ പട്ടണത്തിലുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്തിനാണ്? അവർക്ക് മാർക്ക് കിട്ടണം, സ്കൂളിന് പേര് കിട്ടണം, അത്രേ ഉള്ളൂ കാര്യം. കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ സ്കൂളിന് പേരായി. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം. അപ്പോൾ പറഞ്ഞു അതെ ഈ യേശു എന്നൊന്നും പറയണ്ടട്ടാ, ദൈവം എന്ന് പറഞ്ഞാൽ മതി. അയ്യോ, അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു ആ കുഴപ്പമില്ല ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. പറയൂന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ പിന്നെ വരണ്ടെന്ന് പറയുമല്ലോ എന്ന് ഉദ്ദേശിച്ചു. ഇങ്ങനെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കേട്ടപ്പോൾ 9ാം ക്ലാസ്സുകാർ പറഞ്ഞു ഞങ്ങൾ അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ പോകാനുള്ളതാണ്, ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ 8ാം ക്ലാസ്സുകാർ പറഞ്ഞു ഞങ്ങൾ ഹൈസ്കൂളിൽ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വന്ന് 250 10ാം ക്ലാസ്സുകാർ എന്ന മാതിരി 250, 9, 750ഓളം കുട്ടികൾ. അപ്പോൾ അവരുടെ ടീച്ചർമാരും പ്രിൻസിപ്പൽ സിസ്റ്ററും അവിടെ സ്റ്റാഫും ഒക്കെ വന്നു. സിസ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഞാൻ പറയില്ല.
ഇപ്പം എന്ത് ചെയ്യണോ? ഞാനൊരു ക്രൂശിത രൂപം എടുത്തു, ഇങ്ങനെ പിടിച്ചു. ഇത് കണ്ടോ, ആരംഭിക്കുകയാണ്. ഞാനിങ്ങനെ പിടിച്ചു, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനിവരോട് ചോദിച്ചു, കുഞ്ഞുമക്കളെ ഇതാരാണ്? എല്ലാവരും കൂടി ഉച്ചത്തിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? യേശു. ഇപ്പൊ പ്രിൻസിപ്പൽ സിസ്റ്റർ അവിടെ നിന്ന് എന്നെ നോക്കിയിട്ട്, കേട്ടാ കള്ള നീ പറ്റിച്ചല്ലോടാ എന്നുള്ള മാതിരി ഇങ്ങനെ നോക്കാം. അതാണ്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഈ യേശു ആരാണ്? ഈ കുട്ടികളെല്ലാം പറയാൻ തുടങ്ങി, ദൈവപുത്രനാണ്. നിങ്ങൾ ആരാണ്? കുറച്ചു നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ദൈവമക്കളാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവമക്കളാണെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവമക്കളാണ്, ഈ യേശു ദൈവപുത്രനാണ് എങ്കിൽ ഈ യേശു നിങ്ങളുടെ ആരാ? അപ്പോഴവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ബ്രദറാണ്. പ്രൈസ് ദി ലോർഡ്. സോ ഞാൻ പറഞ്ഞു, വാസ്തവമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഈ ബ്രദർ യേശു എന്താണ് ഈ ചോരയെ കൊഴുക്കണേ? എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബ്രദറിനെ ഇങ്ങനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് വല്ല പ്രയാസമൊന്നുമില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും പാവം പിള്ളേരൊക്കെ കരയാൻ തുടങ്ങി. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ യേശു ഇങ്ങനെയൊക്കെ കുരിശുമ്മ തറയ്ക്കപ്പെട്ടത്? അപ്പോൾ ഒരു കൊച്ചു പറഞ്ഞ്, മനുഷ്യരുടെ പാപം കൊണ്ടാണ്, പാപം മാറ്റാനാണ് എന്നൊക്കെ. കരിഗ്മ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴില്ലേ സുവിശേഷം പ്രഘോഷിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ യേശു നിങ്ങളെല്ലാവരിലും ഉണ്ട്. നിങ്ങൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് പഞ്ചാബി പാഴ്സി ആയാലും നിങ്ങളിൽ യേശുവുണ്ട്. കാരണം ആദിമേം ശബ്ദ, ആദിയിൽ വചനമുണ്ടായി, വചനം ഇല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना. സർവ്വതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് യേശുവാകുന്ന വചനത്തിലൂടെയാണ്. നിങ്ങളെല്ലാവരിലും ആ യേശുവുണ്ട്, ആ യേശുവിൻ്റെ വചനവുമുണ്ട്. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശുക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായില്ല. ഇവിടെ ഇരിക്കണം നിങ്ങളെല്ലാവരും യേശുവിൻ്റെ ഈ ബലിയിലൂടെ ഉള്ള കൃപ മുൻകൂറായിട്ട് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം യേശു ബലിയർപ്പിച്ചത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു അടയാളമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വേദനകളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണ്, ഈ യേശു എൻ്റെ സഹോദരനാണ്, ഈ യേശു എനിക്ക് കൂടി വേണ്ടിയാണ് ബലിയർപ്പിച്ചത്, ഈ യേശു എന്നിലുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സകല രോഗവും മാറും. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, മാറിയില്ലെങ്കിലോ ചോദിച്ചു. ഷടോ, ഭയങ്കര ഒരു വെല്ലുവിളി. ഉടനെ ഞാൻ പറഞ്ഞു, മാറിയില്ലെങ്കിൽ ഈ തോമസ് പോളിൻ്റെ പ്രീച്ചിങ് ഇതോടെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു കാരണം ഈ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരും. ഷോ, പ്രിൻസിപ്പൽ സിസ്റ്റർ അവിടെ നിന്ന് അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യാൻ പോണത്? ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മക്കൾ നിന്റെയാണ്, നിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന മക്കളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നീ അവരുടെ എല്ലാ രോഗങ്ങളും മാറ്റുകയും അതൊരടയാളമാകുകയും അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നിറയ്ക്കുകയും ചെയ്യും. എന്നിട്ടൊന്ന് സ്തുതിച്ചു. പടപടപടപടേന്ന് എല്ലാവരുടെയും രോഗം മാറി. പ്രൈസ് ദി ലോർഡ്. കുട്ടികൾ എഴുന്നേറ്റ് എനിക്ക് ഭയങ്കര വയറ്റുവേദനയായിരുന്നു, ഇപ്പം അത് മാറി. തലവേദന. ഇത് മാറിയത് അവരെ രോഗശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഇപ്പം അവരിലേക്ക് ആ വിശ്വാസം പകർന്നോ. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഈ യേശു ജ്ഞാനമാണ്. ആ ജ്ഞാനം നമ്മൾ സ്കൂളിൽ പഠിക്കണ ബയോളജി, സിയോളജി, കെമിസ്ട്രി അല്ല. അതിനേക്കാൾ വലിയ ജ്ഞാനമാണ്.
ദൈവിക ജ്ഞാനമാണ്. ഈ ജ്ഞാനമുണ്ടായാലേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി, ഫിസിക്സ് കൊണ്ട് ജീവിതം വിജയിക്കില്ല. അത് ചുമ്മാ നോട്ടെണ്ണാം, കാശെണ്ണാം. ആ കാശാണ് ദൈവരാജ്യത്തിൻ്റെ വിരോധി. അതിനെ നമുക്ക് വാങ്ങാം, മാമോൻ. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ക്രിസ്തീയ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കുറേ മാമോൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ പണിതുയർത്തി. പാരലായിട്ട് കുറച്ചെങ്കിലും മാമോൻ്റെ എതിരായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അവരെല്ലാം കുറേം കൂടി നന്നായനെ. ഇപ്പോൾ ഒരമ്മച്ചി പറയാണ്, എൻ്റെ മോന് സ്കോളർഷിപ്പ് കിട്ടി, അവൻ നന്നായിട്ട് പഠിക്കണവനാണ്, അവനെ ഇപ്പോൾ ജർമ്മനിയിൽ പഠിപ്പിക്കാൻ വിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മമാരൊക്കെ പറയാം, എൻ്റെ മോൻ ജർമ്മനിയിലാണ് പഠിക്കുന്നത്, എൻ്റെ മോൻ ഓക്സ്ഫോർഡിലാണ് പഠിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അമ്മച്ചി പറയാണെന്നിട്ട്, എൻ്റെ ബ്രദറെ, അവൻ 2 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോഴേ അവൻ ഞങ്ങളെ കണ്ടിട്ട് അറിയണില്ല. അവൻ പറയാണ്, മമ്മി നിങ്ങൾ ഈ പള്ളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അവൻ ഈ രൂപവും ബൈബിളും ഇതൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട. അമ്മ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? അതെ, ഞാനിപ്പോൾ ജർമ്മനിയിലുള്ള എത്തിസ്റ്റ് അസോസിയേഷനിലെ മെമ്പറാണ്, നിരീശ്വരവാദി സംഘടനയിലെ അംഗങ്ങളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്നത് നേരെ വിപരീതമാണ്, നിങ്ങൾ ഈ പറയണതെല്ലാം ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് പള്ളി കൊണ്ടുപോകാണ്. അങ്ങനെയൊന്നും അല്ല കാര്യത്തിൻ്റെ കിടക്ക്. നിങ്ങൾ സയൻറ്റിഫിക് ആയിട്ട് ചിന്തിക്കണം. യു ഷുഡ് ഹാവ് യുവർ റീസണിങ്. അങ്ങനെ റീസണിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവം എന്നൊന്നില്ല. എൻ്റെ മോനെ, ഇതെന്ത് നീ പറയണത്? ഇത് എന്നിട്ട് ഈ അമ്മ പറയാണ്, എൻ്റെ ബ്രദറെ, എൻ്റെ മോനിപ്പോൾ ഒരു വലിയ നിരീശ്വരവാദിയായി മാറിയിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം എന്നറിയണയ്ക്ക് മുമ്പ് എന്ത് ചെയ്യാതിരുന്നു എന്ന് മനസ്സിലാക്കുക. എന്ത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇവനിങ്ങനെ ആയത്? നിങ്ങൾ വിചാരിച്ച് ഇവൻ പഠിച്ച് സ്കോളർഷിപ്പ് കിട്ടി വലിയ ആളായി വലിയ കാശുകാരനാകാൻ വേണ്ടിയാണ് നിങ്ങളിതൊക്കെ ചെയ്തത്. ഇവനെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ഒരു വചനം നിങ്ങൾ പഠിപ്പിച്ചോ? ദൈവത്തിൻ്റെ ജ്ഞാനം ഇവന് പകർന്നോ? അപ്പം അവർ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ക്ലാസ്സൊക്കെ കുറേ കേട്ടതാണേ. അപ്പം പറഞ്ഞു, അവന് പകർന്നൊന്നുമല്ല, എനിക്കും പകർന്നില്ല. അതാണ് കാരണം അല്ലേ? ഞാനും ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഇപ്പോഴാണ് ബ്രദറെ കാണുന്നത്. ഇന്ന് നമ്മൾ രാവിലെ കേട്ടില്ലേ, 7:23 21 പ്രോപ്പർട്ടീസാണ് ജ്ഞാനത്തിൻ്റെ. നമ്മളിത് വല്ലതും കേട്ടിട്ടുണ്ടോ? നമ്മൾ എന്തോരം ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ 10-40 ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരല്ലേ? അല്ലേ? ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ ജ്ഞാനത്തെക്കുറിച്ചൊരു ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയും, കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ജ്ഞാനസ്നാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബൈബിളിലെ ഏറ്റവും പ്രധാന ജ്ഞാനഗ്രന്ഥങ്ങളാണുള്ളത്. പക്ഷേ ജ്ഞാനത്തെക്കുറിച്ച് ആരും പറയാറില്ല. അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങളുടെ വിശ്വാസം ഉയർത്തണം. ഞാനപ്പോൾ വേറൊരു നിരീശ്വരവാദിയുടെ അമ്മയുടെ കാര്യം ഓർക്കുകയാണ്. അമേരിക്കയിൽ ഒരമ്മച്ചി പറയാണ്, എൻ്റെ ബ്രദറെ, എൻ്റെ 2 പെൺപിള്ളേരും നിരീശ്വരവാദികളാണ്. ഞാൻ അവർക്ക് വെച്ച് വിളമ്പിയൊക്കെ കൊടുക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും. എന്നിട്ട് ഇവരെന്നോട് ഗുസ്തി പിടിക്കുകയാണ്. ഭക്ഷണമേശയിലിരിക്കുമ്പോൾ ഇവർ തർക്കമാണ്, ദൈവമില്ല, നിങ്ങൾ പറയണം അങ്ങനെ ശരിയല്ല, അതിന് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അവസാനം ഞാൻ അവരോട് പറയും, ഏടി മക്കളെ, നീയൊക്കെ എൻ്റെ രക്തമാണ്, മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കണതേ കല്ലിനോടും മരത്തോടും ഒന്നുമല്ല, ജീവിക്കുന്ന ദൈവത്തിനോടാണ്. അതുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് നീയൊക്കെ വിശ്വാസത്തിൽ വരണം, ഞാൻ കാണൂടി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള അമ്മമാരാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട്, ഓ എൻ്റെ ബ്രദറെ, എൻ്റെ മോൻ നിരീശ്വരവാദിയായി പോയി, ഇതല്ല വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ അമ്മമാരെ? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തളരരുത്.
ഈ മക്കളൊക്കെ നമ്മുടെ രക്തമാണ്, അവരെവിടെ പോകാനാണ്? അപ്പന്മാരെന്ന് പറഞ്ഞ് ഈ മക്കളൊക്കെ ആരാണ്? നമ്മുടെ രക്തമാണ്. പക്ഷേ ആ ബോധ്യത്തിലൂടെ ദൈവമേ അങ്ങയുടെ ജ്ഞാനം എന്നിലേക്ക് ഒഴുക്കി ഇത് അവരിലേക്ക് ഒഴുകണേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ സ്കൂൾ നോക്കണ്ട, നമ്മൾ വീടല്ലേ ഏറ്റവും വലിയ സ്കൂള്, നമ്മൾ അപ്പനും അമ്മയും അല്ലേ ഏറ്റവും വലിയ അധ്യാപകർ. കർത്താവ് ഈശോ മിശിഹാ ഏത് സ്കൂളിലാണ് പോയി പഠിച്ചത്? ഈ വിശുദ്ധരായിട്ടുള്ള കൊച്ചു ത്രേസ്യ, ബെർണാഡെത്ത്, കാതറിൻ ഓഫ് സിയന്ന ഇവരൊക്കെ വല്ല സ്കൂളിൽ പഠിച്ചിട്ടാണോ? നമ്മുടെ സ്കൂളുകളൊക്കെ, ഞാൻ പറയാൻ വന്നത് സ്കൂളുകളൊക്കെ നിർത്തപ്പെടണം, അല്ലെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകണം. എന്ത് മാറ്റം ഉണ്ടാകണം? നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും കുറച്ചെങ്കിലും വചനം പഠിപ്പിക്കപ്പെടണം. അപ്പോൾ പത്രോസിൻ്റെ വള്ളത്തിൽ കർത്താവ് ചെന്ന് കാലുകുത്തി വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പം എന്ത് സംഭവിച്ചു? ചാകര ചാകര. പത്രോസ് പറഞ്ഞു, രാത്രി പോയിട്ട് അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാ? വള്ളത്തിൽ കർത്താവ് ഉണ്ടായിരുന്നില്ല. ഇതാ വള്ളത്തിൽ കർത്താവ് വന്നു. വള്ളത്തിൽ നിന്നുകൊണ്ട് വചനം പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? പത്രോസിൻ്റെ ജീവിതം എന്തായി മാറി എന്ന മാതിരി നമ്മുടെ മക്കളുടെ വള്ളത്തിലും നമ്മുടെ വള്ളത്തിലും ദൈവജ്ഞാനം പ്രഘോഷിക്കപ്പെടുമ്പോൾ സംഭവം മാറും. പത്രോസ് വലിയ മീൻപിടുത്തം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വള്ളവും വലയും എല്ലാം വിട്ട് പോന്നു കർത്താവിൻ്റെ വേലയ്ക്ക്, ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്ക്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്ക് വരാൻ താല്പര്യമുണ്ട്, ജോലി വിടാൻ ഭയമുണ്ടെങ്കിൽ ഇപ്പം തീരുമാനിച്ചോ, വിട്ടോ, അതൊക്കെ വിട്ടോ. ഞാൻ ജോലി വിടുന്ന കാലത്ത് പലരോടും വന്ന് ചോദിച്ചു, കന്യാസ്ത്രീമാരോട്, അയ്യോ ജോലിയൊന്നും വിടില്ലേട്ടാ, അത് നമ്മൾ കുടുംബമാണല്ലോ, ഭാര്യ മക്കളൊക്കെ നോക്കിയിട്ടേ ബാക്കിയുള്ള സമയത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉച്ഛിഷ്ടം കർത്താവിന് കൊടുക്കുക എന്നർത്ഥം, ബാക്കിയുള്ളത്. അച്ഛന്മാരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു, അത് വേണോ തോമസ് പോളെ, ഈ സുവിശേഷ വേലയൊക്കെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ചെയ്തോളും, നീ നിൻ്റെ കുടുംബമൊക്കെ നോക്കി ശനിയാഴ്ചയൊക്കെ ഒഴിവുണ്ടല്ലോ, ശനി ഞായറൊക്കെ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യേ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോ. പക്ഷേ കർത്താവ് പറയാണ്, എനിക്ക് നിന്നെ വേണം, പകുതിയല്ല പൂർണ്ണമായിട്ട് വേണം. ഇവിടെ ഇരിക്കുന്ന കന്യാസ്ത്രീമാരുടെ ആങ്ങളമാരാരെങ്കിലും ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് പോകാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? പറയും. ആരും സമ്മതിക്കില്ല. ചെറുക്ക നീ വേണം വീട്ടിൽ പോയിരുന്നോളാം പറയും. സുവിശേഷ വേല അതിനൊക്കെ ഞങ്ങൾ കന്യാസ്ത്രീമാരും അച്ഛന്മാരൊക്കെ ചെയ്തോളാം, നിങ്ങൾ പോയിട്ട് വീട്ടിലെ കാര്യം നോക്ക്, അവിടെ തേങ്ങ, കപ്പ അല്ലെങ്കിൽ പോത്ത് ഇതൊക്കെ നോക്കി അവിടെ കാര്യങ്ങളൊക്കെ നടത്തി കാശുണ്ടാക്കി, വെറുതെ കുടുംബം പ്രശ്നമാക്കണ്ട. ഇത്രേ ആയിട്ടുള്ളൂ നമ്മളിപ്പോൾ. എന്നോട് ക്ഷമിക്കണേട്ടോ, ഞാൻ ഈ പറയണത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ജ്ഞാനത്തിൽ നമ്മളിപ്പോഴും വളർന്നിട്ടില്ല. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, ദൈവീക ജ്ഞാനം നൽകണമേ, ദൈവീക ജ്ഞാനം നൽകണമേ, ദൈവിക രഹസ്യങ്ങളുടെ ഖജാന തുറക്കണമേ. മാനുഷികമായ ജ്ഞാനത്തിൽ നിന്നും ദൈവിക ജ്ഞാനത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. മാനുഷികമായ വിജ്ഞാനത്തിൽ